ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ബ്രെഡ് നിറച്ചുണ്ടാക്കിയാലോ, അതും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ വലിയ 2 ഉള്ളിയാണ്. നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം, മല്ലിയില, കറിവേപ്പിലയാണ്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2 പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ മസാലകളൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ടാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം മുളക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണേ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇനി ഈ മസാലയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് മസാല പൗഡറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഇനി ഇത് നമുക്ക് നന്നായി മസാലയ്ക്ക് വെന്ത് കിട്ടണേ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച മുട്ടയാണ്. ഇതൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. മുട്ട നല്ല ചൂടുണ്ടായിന് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത്. അതാണ് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ആയിപ്പോയി. പക്ഷേ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ റെഡിയായ മസാലയിലേക്ക് നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടതിന് ശേഷമാണ് ഇനി നമ്മൾ മുട്ടയും മസാല ഒക്കെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിയായ മസാല റെഡിയായ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോസ് എല്ലാം മിസ്സായിപ്പോയി. ഞാനെല്ലാം റെക്കോർഡാണെന്ന് വിചാരിച്ചേ. ഇത് മാവ് നമ്മൾ ക്രീമിയായി കലക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡിന് ചുറ്റും ഇതുപോലെ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നടുക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം നമ്മുടെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്യാം. ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്ത് വീഡിയോ എല്ലാം ഞാൻ റെക്കോർഡാണെന്ന് വിചാരിച്ചത്. ഒന്നും റെക്കോർഡായിട്ടില്ല. അങ്ങനെ അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. ഇതൊക്കെ നേരത്തെ ചെയ്തെടുത്തതാണ്. ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. ഇതുപോലെ ആദ്യം ഉടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയാണ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയിൽ നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ മുട്ടയ്ക്കകത്ത് നല്ലോണം എല്ലാ സൈഡും ഒന്ന് മുക്കി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലെടുത്ത് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കണേ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇത് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ മുട്ടയുണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് വശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ സൈഡ് വശമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒക്കെ നമുക്ക് ആയി കിട്ടിയതൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ഒക്കെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. വെറുതെ പറയുന്നില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും, പക്ഷെ എല്ലാം വിജയിച്ചിട്ടുണ്ട്. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലെ വെറൈറ്റി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.